നമസ്കാരം മക്കളെ. മാതൃഭാഷയും പരിസ്ഥിതി എന്നുള്ള പാഠം നമ്മുടെ 6ാം ക്ലാസ് അടിസ്ഥാന പാഠാവലിയിലെ 3ാമത്തെ പാഠഭാഗമാണ്. മാതൃഭാഷയും പരിസ്ഥിതി എന്ന് പറയുന്ന ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയുടെ ഈ ഒരു ലേഖനം. ഇതൊരു ലേഖനമാണ്. ലേഖനം എന്ന് പറഞ്ഞാൽ വസ്തുതകളാണ് ഈ ഒരു നമ്മൾ പഠിക്കുന്ന ഭാഗത്ത് പറയുന്നത്. അതായത് കഥയും ലേഖനവും നമ്മൾ വ്യത്യാസങ്ങളുണ്ട്. കഥ എന്ന് പറയുമ്പോൾ നമ്മുടെ ഭാവനയ്ക്കും അതുപോലെ അനുഭവങ്ങൾക്കുമാണ് പ്രാധാന്യം. നമ്മുടെ അനുഭവങ്ങൾ നമുക്ക് ലഭിക്കാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ കഥ വായിക്കുന്നത്. അതുപോലെ എന്ത് ചെയ്യുന്നു, തികച്ച് നടക്കാൻ സാധ്യതയില്ലാത്തൊരു കാര്യം എന്ത് ചെയ്യുന്നു, ഭാവനയിലൂടെ നമ്മൾ അറിയുകയും ചെയ്യുന്നു. എന്നാൽ മാതൃഭാഷയും പരിസ്ഥിതി എന്ന് പറയുന്നത് ഒരു ലേഖനമാണ്. ലേഖനം എന്ന് പറയുന്നത് വസ്തുതാപരമായ കാര്യങ്ങളാണ്, സത്യങ്ങളാണ് എന്ത് ചെയ്യുന്നത്, നമ്മൾ പഠിക്കുന്നത് എന്ന് എന്ത് ചെയ്യുക, ഓർത്ത് വെക്കുക. അപ്പോൾ ഈ ഒരു ലേഖനത്തിൽ പറയുന്നത് എങ്ങനെയാണ് മാതൃഭാഷ നമ്മുടെ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത്. അപ്പൊ നിങ്ങൾ ചോദിക്കും, മാതൃഭാഷയും പരിസ്ഥിതിയും തമ്മിൽ ബന്ധമുണ്ടോ? തീർച്ചയായിട്ടും ബന്ധമുണ്ട്. അത് മാത്രമല്ല, മാതൃഭാഷയിൽ നമുക്ക് ഉണ്ടാവുന്ന വ്യത്യാസം, മാതൃഭാഷയിൽ നമുക്ക് കുറയുന്ന അറിവ്, അത് പരിസ്ഥിതി എന്ത് ചെയ്യുന്നു, പരിസ്ഥിതിയെ വളരെ സാരമായിട്ട് എന്ത് ചെയ്യുന്നു, ബാധിക്കുന്നു എന്നാണ് ലേഖകൻ പറയുന്നത്. അപ്പൊ നമുക്ക് നമ്മുടെ പാഠത്തിലേക്ക് പോയാലോ. മഴയും മലരും മരവും കിളിയുമെല്ലാം മലയാളത്തിന്റെ അഴകും കരുത്തുമാണ്. ഇവയെല്ലാം അടങ്ങുന്ന ഒരു ലോകമാണ് മാതൃഭാഷയുടേത്. ഇവയിൽ ചിലതെങ്കിലും ഇല്ലാതാകുമ്പോഴോ അതാണ് മാതൃഭാഷയും പരിസ്ഥിതി എന്ന് പറയുന്ന ലേഖനം നൽകുന്ന പാഠം. അപ്പോൾ ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയാണ് ഇത് എഴുതിയിട്ടുള്ളത്. ഉത്തരാധുനിക തലമുറയിലെ ശ്രദ്ധേയനായ എഴുത്തുകാരനായ ഡോക്ടർ വത്സലൻ വാതുശ്ശേരി ചെറുകഥ, നോവൽ, ലേഖനം, തിരക്കഥ, നിരൂപണം എന്നീ മേഖലകളിൽ തന്റേതായി ഇടം നേടി. 1963 അങ്കമാലിക്കടുത്ത് വേങ്ങൂരിൽ ജനിച്ചു. ഗുഹാചിത്രങ്ങളാണ് ആദ്യ ചെറുകഥ സമാഹാരം. അദ്ദേഹത്തിനെ കുറിച്ചുള്ള കുറിപ്പ് ഇവിടെ നൽകിയിരിക്കുന്നു. മാതൃഭാഷയും പരിസ്ഥിതിയും. മാതൃഭാഷയും മറ്റു ഭാഷകളും തമ്മിൽ പ്രവർത്തനത്തിൽ വലിയ അന്തരമുണ്ട്. മാതൃഭാഷ ഒരു ആവാസ വ്യവസ്ഥ കൂടിയാണ്. മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത്. ഒരാളുടെ പരിസ്ഥിതി ബോധം നിലനിൽക്കുന്നതും പ്രവർത്തിക്കുന്നതും അയാളുടെ മാതൃഭാഷ പദസമൂഹത്തിലൂടെയാണ്. മാതൃഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരുപാട് വാക്കുകൾ പഠിക്കുന്നു. നമ്മൾ മലയാളത്തിൽ പഠിക്കുന്ന ഒരുപാട് വാക്കുകൾ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. നമ്മൾ പ്രകൃതിയുമായിട്ട് അടുത്ത് നിൽക്കുന്ന തന്നെ ഈ വാക്കുകൾ നമ്മൾ പഠിക്കുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ മാതൃഭാഷയിൽ മാത്രമുള്ള പ്രത്യേകതയാണ് ഓരോ സംഭവത്തിനെയും അല്ലെങ്കിൽ ഓരോ കാര്യത്തെയും ബന്ധപ്പെട്ട് എന്ത് ചെയ്യുന്നു, ഒരുപാട് പദങ്ങൾ നമ്മൾ പഠിക്കുന്നു. അത്തരത്തിൽ നമ്മൾ പരിസ്ഥിതിയുമായി ബന്ധപ്പെട്ട്, പ്രകൃതിയുമായി ബന്ധപ്പെട്ട് വലിയൊരു പദസമൂഹം തന്നെ നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ പഠിക്കുന്നു എന്ന് പറയുന്നത് മാതൃഭാഷയുടെ പ്രത്യേകതയാണ്. തെങ്ങ് എന്ന വൃക്ഷത്തെ എടുക്കുക. അപ്പൊ ഉദാഹരണമായിട്ട് എന്ത് ചെയ്യാണ്, തെങ്ങ് എന്ന് പറയുന്ന ഒരു ഉദാഹരണമാണ് ഇവിടെ എന്ത് ചെയ്തത്, ഇവിടെ നൽകിയിരിക്കുന്നത്. അപ്പൊ തെങ്ങ് എന്ന് പറയുന്ന ഒരു വൃക്ഷമാണ് നമ്മൾ ഉദാഹരണമായി എടുക്കുന്നത് എങ്കിൽ ഇവിടെ പറയാണ്, തെങ്ങുമായി ബന്ധപ്പെട്ട് വിപുലമായ പദങ്ങൾ നമുക്കറിയാം. എന്തൊക്കെ അറിയാം? തെങ്ങ്, ഓല, പട്ട, ഈർക്കിൽ, കൊതുമ്പ്, കൊഞ്ഞാട്ട, വെള്ളയ്ക്ക, കരിക്ക്, ഇളനീർ, പൊങ്ങ്, കൊപ്ര, വെളിച്ചെണ്ണ, ചിരട്ട, ചകിരി, മടൽ തുടങ്ങി ഒരുപാട് വാക്കുകൾ നമുക്ക് എന്ത് ചെയ്യാം, തെങ്ങുമായി ബന്ധപ്പെട്ട് അറിയാം. ഇങ്ങനെ നീണ്ടുപോകുന്നു ആ പദസമൂഹം. ഈ വാക്കുകൾക്ക് തുല്യമായി ഒരു പദസമൂഹം അന്യഭാഷയിൽ ഉണ്ടാകണമെന്നില്ല. ഇപ്പൊ നമ്മൾ ഇംഗ്ലീഷിലാണ് നമ്മൾ തെങ്ങിനെ കുറിച്ച് ആലോചിക്കുക എന്ന് വിചാരിക്കുക. അപ്പോൾ ഇംഗ്ലീഷ് തെങ്ങ് എന്ന് പറയുന്ന വാക്ക് മാത്രം, അല്ലെങ്കിൽ തേങ്ങയാണെങ്കിൽ കോക്കനട്ട് എന്ന് പറയുന്ന ഒരു വാക്ക് മാത്രമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മൾ കണക്ട് ചെയ്ത് പഠിക്കുന്നത്. മറ്റുള്ള വാക്കുകളൊന്നും നമ്മൾ എന്ത് ചെയ്യുന്നില്ല. മറ്റു ഭാഷകൾ പഠിക്കുമ്പോൾ എന്താണ് നമുക്ക് ആവശ്യമുള്ളത്, ആ ഒരൊറ്റ വാക്ക്, ആ ഒരൊറ്റ വേർഡ് മാത്രമേ നമ്മുടെ മനസ്സിലേക്ക് വരുന്നുള്ളൂ. മലയാളവുമായി ബന്ധപ്പെട്ട എന്താ, മാതൃഭാഷയിൽ നമ്മൾ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യത്തെക്കുറിച്ച് പഠിക്കുമ്പോഴും അതിൻ്റെ ചുറ്റുമുള്ള എല്ലാ വാക്കുകളും നമ്മൾ പരിചയപ്പെടുന്നു. സമഗ്രതയ്ക്കാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പ്രാധാന്യം നൽകുന്നത്. നമ്മുടെ വീടിന്റെ പരിസരങ്ങളിൽ ധാരാളം ഔഷധ സസ്യങ്ങളുണ്ട്. പഴമക്കാർക്ക് അവയുടെ പേരും പ്രയോഗവും പരിചയമുണ്ടായിരുന്നു. പേരും സസ്യവും തമ്മിൽ ബന്ധിപ്പിക്കാനുള്ള അറിവ് ഇല്ലാതാകുന്നതോടെ ആ സസ്യത്തെ തന്നെ അവഗണനയിലേക്ക് പോകുന്നു. പേരും ഔഷധ ഗുണവും അറിയാത്തത് കൊണ്ട് നമ്മുടെ ചുറ്റുപാടുമുള്ള ഔഷധ സസ്യങ്ങളെ നാം നശിപ്പിച്ച് കളയുന്നത്. അങ്ങനെ നമ്മുടെ പദശേഖരത്തിന്റെ കുറവ് പരിസ്ഥിതിയെ നേരിട്ട് തന്നെ ബാധിക്കുന്നു. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ അത്തരത്തിലാണ്. അതായത് ഇവിടെ പറഞ്ഞിരിക്കുന്ന കാര്യം വളരെ സിമ്പിൾ ആണ്. നിങ്ങൾക്ക് തുളസി ചെടി അറിയില്ലേ? തുളസി അതൊരു ഔഷധ ചെടിയല്ലേ? ആണ്. നമ്മുടെ വീടുകളിൽ കാണുന്ന ചെടിയാണ്. നമുക്ക് ആ ചെടി എങ്ങനെയാണെന്നറിയാം, തുളസി പൂവുണ്ടാവുമെന്നറിയാം. നമുക്ക് ആ ചെടിയെക്കുറിച്ച് അറിവില്ലായിരുന്നെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അതായത് നിങ്ങൾക്ക് തുളസി ചെടി കണ്ടാൽ തിരിച്ചറിയാൻ സാധിക്കില്ല. തുളസി ചെടി കണ്ടാൽ നിങ്ങൾ വിചാരിക്കാൻ അതേതോ ഒരു കാട്ടുചെടിയാണ്, അല്ലെങ്കിൽ ഒരു കളയാണ്, ഒരു കാട്ടുമരമാണെന്നൊക്കെ എന്ത് ചെയ്യാണ്, വിചാരിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആ തുളസി ചെടി പരിപാലിക്കുമോ? ഇല്ല. അതെന്ത് ചെയ്യും, ആ മറ്റ് കളകൾ പറിക്കുന്ന പോലെ തന്നെ തുളസി ചെടി നമ്മൾ എന്ത് ചെയ്യും, പറിച്ച് ചാടില്ലേ. ഇത്തരത്തിൽ നമുക്ക് ഇല്ലാത്ത ഒരു അറിവ് എന്താണ്, അതിനെക്കുറിച്ച് നമുക്കൊരു അറിവില്ലാത്തത് കൊണ്ട് അതെന്ത് ചെയ്യുന്നു, അത് നശിക്കാൻ വേണ്ടി കാരണമാകുന്നു എന്നാണ് എന്ത് പറയുന്നത്, ഈ രീതിയിൽ നമ്മുടെ പാഠം
പറയുന്നത്. നമ്മുടെ മനസ്സിൽ ആശയങ്ങൾ തെളിഞ്ഞു വരുന്നത് തന്നെ ഭാഷയിലൂടെയാണ്. പരിസ്ഥിതിയുടെ കാര്യത്തിലാകുമ്പോൾ ഏതെങ്കിലും ഭാഷയുമായല്ല, മാതൃഭാഷയുമായാണ് അത് ബന്ധപ്പെട്ട് നിൽക്കുന്നത്. ഇത്തരത്തിൽ മാതൃഭാഷയിൽ നമ്മൾ ഒരു കാര്യത്തെ പഠിക്കുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യുന്നു, അത് നമ്മുടെ പരിസ്ഥിതിയിൽ നിലനിർത്താനുള്ള ഒരു ത്വര ഉണ്ടാവുന്നു. എന്നാൽ നമുക്ക് അറിയാത്ത കാര്യങ്ങളാണെങ്കിലോ അത് നശിച്ചു പോവുകയും ചെയ്യുന്നു. അത്തരത്തിൽ പരിസ്ഥിതിയും മാതൃഭാഷയും നമ്മൾ എന്ത് ചെയ്യുന്നു, ബന്ധപ്പെട്ട് കിടക്കുന്നു എന്നാണ് ഈ ഒരു പാഠം പറയുന്നത്. നമുക്ക് അതിന്റെ ആശയം കൂടിയും പറഞ്ഞ് എന്ത് ചെയ്യാം, അവസാനിപ്പിക്കാം. ഭാഷ കേവലം ആശയവിനിമയത്തിലുള്ള ഒരു ഉപാധി മാത്രമല്ലെന്നും നമ്മുടെ പരിസ്ഥിതിയുടെയും സംസ്കാരത്തിന്റെയും അടയാളമാണെന്നും പ്രഖ്യാപിക്കുകയാണ് ഡോക്ടർ വത്സലൻ വാതുശ്ശേരിയുടെ മാതൃഭാഷയും പരിസ്ഥിതിയും എന്ന ലേഖനം. മലയാളത്തിലെ തെങ്ങ് എന്ന വൃക്ഷവുമായി ബന്ധപ്പെട്ട് എത്രയധികം പദങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിക്കുന്നു. ഓല, മടൽ, ഇറക്കൽ, കൊതുമ്പ്, കരിക്ക്, ഇളനീർ എന്നിങ്ങനെയുള്ള വാക്കുകൾ തെങ്ങെന്ന വൃക്ഷത്തെ മാത്രമല്ല അതിന്റെ സമ്പൂർണതയും സൂചിപ്പിക്കുന്നു. ഈ പദസമ്പത്ത് മറ്റൊരു ഭാഷയിലും ഇതേ അർത്ഥത്തിലും ആഴത്തിലും കണ്ടെത്തുക പ്രയാസമാണ്. ഒരു സമൂഹം തന്റെ പരിസ്ഥിതിയുമായി എത്രമാത്രം ഇഴുകിച്ചേർന്നിരിക്കുന്നു എന്നതിന്റെ തെളിവ് കൂടിയാണിത്. മാതൃഭാഷയിലൂടെയാണ് ഏതൊരാൾക്കും ഒരു പരിസര ജീവിതം ഉണ്ടാകുന്നത്. പരിസ്ഥിതി, കൃഷി, സംസ്കാരം തുടങ്ങിയവയിലൊക്കെ ഉണ്ടാവുന്ന മാറ്റങ്ങൾ മാതൃഭാഷയിലെ പദസമ്പത്ത് കുറയാൻ കാരണമാകുന്നു. പദശേഖരത്തിലെ കുറവ് പരിസ്ഥിതിയെയും ബാധിക്കുന്നു. തഴുതാമ, കുറുന്തോട്ടി പോലെ പല ഔഷധ സസ്യങ്ങളുടെയും പേരുകൾ അറിയാത്തത് കൊണ്ട് നമ്മൾ അതിനെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നു. ഉദാഹരണമാണ് ഔഷധ സസ്യങ്ങളെ കുറിച്ചുള്ള അറിവില്ലായ്മ അവയുടെ നാശത്തിന് കാരണമാകുന്നു. പരിസ്ഥിതി സംരക്ഷണത്തിലുള്ള ഒരു പ്രധാന മാർഗം മാതൃഭാഷയെ ബലപ്പെടുത്തലാണ് എന്ന ആശയം നമ്മളിലേക്ക് ലേഖനം പകർന്നു നൽകുന്നു. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാതൃഭാഷയും പരിസ്ഥിതി എന്ന് പറയുന്ന ലേഖനത്തെ കുറിച്ച് മനസ്സിലാക്കാം. അപ്പോൾ ഇത്തരത്തിലെ ധാരാളം വീഡിയോസ് നമ്മുടെ ആപ്പിനകത്ത് നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്, നമ്മൾ റെക്കോർഡ് ക്ലാസ്സുകളാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ എജുപോർട്ടിന്റെ പുതിയ ബാച്ച് നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മൾ ആഗസ്റ്റ് 3 എജുപോർട്ടിന്റെ സൂപ്പർ ബാച്ച് എന്ത് ചെയ്യാണ്, ആരംഭിക്കാൻ വേണ്ടി പോവാണ്. അപ്പോൾ ബാച്ചിനകത്ത് ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആളുകളാണെങ്കിൽ എന്ത് ചെയ്യുക, താഴെ കാണുന്ന ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യുക, ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ പേര്, നിങ്ങളുടെ ക്ലാസ്, മൊബൈൽ നമ്പർ ഉപയോഗിച്ച് എന്ത് ചെയ്യുക, രജിസ്റ്റർ ചെയ്യുക. അതോടൊപ്പം തന്നെ എജുപോർട്ടിന്റെ ക്ലാസ്സുകൾ നമ്മൾ എന്ത് ചെയ്യാടാ, ഇനി നിങ്ങൾക്ക് ഓണം എക്സാമിന് മുന്നോടിയായിട്ട് എന്താണ് കാണാനുള്ള അവസരം തരികയാണ്. അപ്പോൾ ഫ്രീ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, നിങ്ങൾക്ക് ഓണം എക്സാം വരെയുള്ള നമ്മുടെ ഫസ്റ്റ് ചാപ്റ്റർ എന്ത് ചെയ്യാണ് നിങ്ങൾക്ക് തരികയാണ്. അപ്പോൾ ഫസ്റ്റ് ചാപ്റ്റർ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എജുപോർട്ടിന്റെ ആപ്പിൽ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് കണ്ടുകൊണ്ട് മനസ്സിലാക്കാം. അത് തികച്ചും സൗജന്യമാണ്. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ആപ്പ് ഇപ്പം തന്നെ എന്ത് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് ലോഗിൻ ചെയ്ത് നിങ്ങളുടെ ക്ലാസ് എന്ത് ചെയ്യുക, സെറ്റ് ചെയ്ത് വെക്കുക. നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഓരോ വിഷയങ്ങളുടെയും ക്ലാസ്സുകൾ എന്ത് ചെയ്യാം, ആദ്യത്തെ ക്ലാസ്സുകൾ കാണാൻ വേണ്ടി പറ്റും. അപ്പോൾ ഒരു ഓണം സ്പെഷ്യൽ കമ്മ്യൂണിറ്റി ഗ്രൂപ്പ് കൂടി നമ്മൾ എന്ത് ചെയ്തിട്ട് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഓണം എക്സാമുമായി ബന്ധപ്പെട്ട PDF-കൾ, ഡോക്യുമെന്റുകൾ, ലൈവ് കഴിഞ്ഞുള്ള നോട്ടുകളൊക്കെ ലഭിക്കാൻ വേണ്ടി ഈ ഒരു കമ്മ്യൂണിറ്റി ഗ്രൂപ്പിൽ കൂടി എന്ത് ചെയ്യുക, ആഡ് ചെയ്യുക. അതിനുള്ള ലിങ്ക് കൂടി എന്ത് ചെയ്യുന്നു, മാഷ് താഴെ കൊടുത്തിരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം, വീണ്ടും കാണാം. ഓൾ ദി ബെസ്റ്റ്.